ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ റോളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ചിക്കൻ റോളിന് ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിംഗ് അല്ല കേട്ടോ ഇതിന് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മാവ് കുഴക്കുകയോ അങ്ങനത്തെ പരത്തിയോ അങ്ങനത്തെ പണികളൊന്നുമില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ ഗിവ് അവേയുടെ റൂള് ഒന്നും കൂടി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 3 മണിക്കൂർ എന്നുള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമൻറ്റ് ഇടാം. ഇനി വരുന്ന വീഡിയോസിന് കേട്ടോ, നോമ്പ് കഴിയുന്ന വരെയുള്ള എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കമൻറ്റ് ഇടാം. അപ്പോൾ ഒരുപാട് പേര് നെറ്റ്വർക്ക് ഇഷ്യൂ പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ വരാത്ത പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുള്ളത്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ നോക്കണം. ഇപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള സമയം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇട്ടാൽ മാത്രമേ അത് കമൻറ്റ് ബോക്സിൽ വരുള്ളൂ. ഈ ഒരു ഗിവ് അവേ നടത്തിയതിന് ശേഷം ഒരുപാട് സ്പാം കമൻറ്റ്സ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയാൻ കാരണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 200 ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ബോണില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 3 പച്ചമുളക് നിങ്ങളുടെ എരിവ് പോലെ എടുക്കാം, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോയ സോസും കെച്ചപ്പും ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഇത് കട്ട പിടിച്ച പോലെ ഉണ്ടാവുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം, പൊടിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ചിക്കൻ നല്ല പൊടിയായിട്ട് കിട്ടും. ഇതുപോലെ കിട്ടണം. അപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ടാക്കുന്ന മസാലേൻ്റെ ആ ഒരു സമയമൊന്നും ഇതിന് വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ നല്ല പൊടിയായിരിക്കണം നമ്മുടെ മസാല. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവും ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന സമൂസയിലായിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഫില്ലിങ് ഫില്ല് ചെയ്യാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യത്തിനുള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്, നല്ല തിക്കാവണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു തവ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ചെറിയ ദോശയാക്കിയിട്ട് എടുക്കുക. നല്ല വലിപ്പത്തിലുള്ള ദോശയൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാവും, 1 മിനിറ്റ് പോലും വേണ്ട. ആ മുകൾ ഭാഗം നല്ല പോലെ ഡ്രൈ ആയി കിട്ടും. ഇത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ തന്നെ പാനിൽ മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. നമ്മൾ ആ ഉണ്ടാക്കിയ ഒരു മാവ് വെച്ചിട്ട് ഒരു 10 ദോശയോളം ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഫില്ലിങ്ങും അത്രയേ ഉള്ളൂ. ഒരു 10 ചിക്കൻ റോളാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അത്യാവശ്യം ഫില്ലിങ് വേണമെന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് 2 ഭാഗത്തുനിന്നും ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒരു റോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ ഗമ്മ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈദേൻ്റെ ഗമ്മ അറിയാമല്ലോ, 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയിലൊന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക.
അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണേ. ആദ്യം ഒന്ന് കവർ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് റോൾ ചെയ്തെടുക്കുക. മൈദയുടെ ഗമ്മ് വേണം നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുമില്ല, സാധാരണ നമ്മുടെ ചിക്കൻ റോളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലൊന്ന് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5-6 ബ്രെഡ് പൊടിച്ച ഒരു ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്, അതിലും കൂടി നന്നായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ നമ്മുടെ ചിക്കൻ റോൾ ഇട്ട് കൊടുക്കുക. ഒരു സമയം 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം കുക്കായി തുടങ്ങുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇതുപോലെ ആയിക്കിട്ട് നമ്മുടെ ചിക്കൻ റോള് ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ആ ഒരു ലുക്കിൽ തന്നെ കിട്ടും. പിന്നെ ഇത് നമ്മൾ ദോശ വെച്ചിട്ട് ചെയ്തതാണെന്ന് ആരും കണ്ടാൽ പറയൂല. അത്രയും ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ റോൾ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധിക സമയം ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു അട്ടാറ് ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്